അയലമീൻ വെച്ചിട്ടുള്ള ഒരു നാടൻ പുഴുക്കാണ് കേട്ടോ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. ഈ പുഴുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അയലമീനും അതുപോലെ തന്നെ മത്തിയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഴുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പുഴുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അയലമീനാണ്. ഞാനിപ്പോൾ ഒരു 4 മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇടത്തരം വലുപ്പമുള്ള ഒരു മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് 4 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് വെട്ടി ക്ലീൻ ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് വാഴക്കയാണ് അഥവാ പച്ചക്കായ. 2 പച്ചക്കായ ഞാനിവിടെ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ കല്ലുപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം 1/2 കപ്പ് വെള്ളമോ 3/4 കപ്പ് വെള്ളമോ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താണെന്ന് നോക്കാം. ഒരു 5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുത് മതി. അതുപോലെ 4 പച്ചമുളക്, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകമാണ് കേട്ടോ എടുക്കേണ്ടത്. ഒരു തണ്ട് കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് വേണം. കൂടാതെ നമ്മളിത് അരച്ചെടുക്കുന്നത് തേങ്ങ കൂട്ടിയിട്ടാണ്. അപ്പോൾ 1/2 കപ്പോ 3/4 കപ്പോ തേങ്ങ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ആ 3/4 കപ്പ് തേങ്ങ ചിരവിയത് നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ട് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. പൾസ് മോഡിലിട്ട് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാനിതാ ചെറിയുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഓരോ പച്ചമുളകിന് ഓരോരുത്തർ എരിവായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ 4 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഒരു മുളക് പൊടിയൊക്കെ ചേർക്കാവുന്നതാണ്. ഇത് അത്യാവശ്യത്തിലുള്ള എരിവ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില അതും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, സ്വല്പം ഉപ്പ് പൊടിയും ചേർത്ത് കൊടുത്ത് നമുക്കത് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന വാഴക്ക 2 വിസിലാകുമ്പോഴത്തേക്കും വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, സ്വല്പം ഉപ്പ്, അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്ക് മീനൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരുമ്പോൾ നമുക്കിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അയലമീൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അയലമീൻ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ മീൻ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഈ 4 മീനും നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 വാഴയ്ക്കാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 4 മീൻ എടുത്തിരിക്കുന്നത്. അതും ഇടത്തരം വലുപ്പമുള്ള മീനാണ്. ഇതിന് ചെറിയ മീനാണ് ഈ പുഴുക്കുണ്ടാക്കാൻ നല്ലത്. മത്തിയോ അതുപോലെ അയില കുട്ടികളോ ഒക്കെയാണ് ഈ പുഴുക്കുണ്ടാക്കാൻ ഏറ്റവും നല്ലത്. വലിയ മീൻ ഉപയോഗിക്കുന്നതിനാൽ ചെറിയ മീനാണ് നല്ലത്. ഇപ്പോൾ മീനൊക്കെ ഞാൻ ഉള്ളിൽ നിന്ന് ഫ്ലഷ് മാത്രമാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ മീൻ മുളകിട്ടിട്ടുള്ള ആ കറിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം പുഴുക്കിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് ആ മുളകിട്ട കറി ഒഴിവാക്കേണ്ടതില്ല. അത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഇനി നമുക്കിതാ നമ്മൾ വാഴക്ക നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അത് ഞാൻ ഒന്നുകൂടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിവിടെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കറിയും അതോടൊപ്പം തന്നെ ആ അയല മീനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുള്ളൊക്കെ മാറ്റിയതിന് ശേഷമാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പുഴുക്കിൽ മുള്ളൊന്നും കുടുങ്ങത്തില്ല. നമുക്ക് കഴിക്കാനും എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. മറ്റേതിപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്ന് വെച്ചാൽ അതിൽ മുള്ളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റേണ്ടി വരും കഴിക്കുന്ന സമയത്ത്. ഇങ്ങനെയാകുമ്പോൾ ആ പ്രശ്നമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് വരണം. അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. വാഴക്കയും അതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് അതിലെ അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ തേങ്ങയും അതുപോലെ തന്നെ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ ക്രഷ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ക്രഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള ഈ തേങ്ങയുടെ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ പുഴുക്കിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. തേങ്ങ ചിരവിയിട്ടിട്ട് അങ്ങനെയും ചേർക്കാവുന്നതാണ്. പക്ഷെ നമ്മളിങ്ങനെ ഒതുക്കിയെടുക്കുമ്പോഴാണ് നമ്മുടെ പുഴുക്കിന് കൂടുതലായിട്ട് ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അധികം നേരം ഒന്നും തിളപ്പിച്ചെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി.
ഇനി നമുക്ക് ഉപ്പൊന്നും ഇല്ലെങ്കിൽ അത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. ഞാൻ ഇപ്പോൾ എല്ലാം ഉപ്പ് ചേർത്ത് വേവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ദാ ഇവിടെ ഇതെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എന്താ ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് അതും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ വറ്റി നമ്മുടെ പുഴുക്കൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഞാനിവിടെ ഒരു ബൗളിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പുഴുക്ക് അവിടെ ചൂടോട് കൂടിയിട്ട് ഞാനിവിടെ സേവ് ചെയ്യാണ്. അപ്പോൾ പുഴുക്ക് ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല, ഒരു തവണയെങ്കിലും തയ്യാറാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.